നമസ്കാരം, എല്ലാവർക്കും റെമീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ ഫ്രഷായിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 2-3 വലിയ റോസാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടോ? അത് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത് വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ റോസ് എടുത്ത് അതിൻ്റെ ഇതളുകളെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം. ഞാനിപ്പം ഈ 3 റോസിൻ്റെയും പെറ്റൽസ് എല്ലാം തന്നെ മാറ്റിയെടുത്ത് പിന്നെ അതിനെ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം നല്ല വലിയ റോസ് ആയത് കാരണം നല്ലപോലെ തന്നെ പെറ്റൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം കണ്ടോ, ഇത്രയും തന്നെ നല്ലപോലെ അഴുക്കുണ്ട് ഇതിനകത്ത്. അത് മാറ്റിയതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഈ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന റോസിൻ്റെ ഇതളുകളെല്ലാം തന്നെ ചുറ്റിനും ഇട്ട് കൊടുക്കണം. നടുക്ക് നമുക്കൊരു പാത്രം വെക്കാനുള്ളതാണ്, ഒരു ചെറിയ പാത്രം വെക്കാനുള്ളതാണ്. അപ്പം ചുറ്റിനും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളമൊന്നും വേണ്ട, 1 കപ്പ് വെള്ളം മതിയായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ റോസിൻ്റെ പെറ്റൽസ് എല്ലാം തന്നെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്കൊരു പാത്രം വെച്ച് കൊടുക്കുക. അത് ക്ലോസ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ റോസ് വാട്ടർ കളക്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് അടച്ച് വെച്ചിട്ട് വേണം ഈ ഹോൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ലിഡ് നമ്മൾ കമത്തിയാണ് ഇതിനകത്ത് അടയ്ക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് സ്റ്റീം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കാണുന്നുണ്ടോ, അതിൻ്റെ നീരാവി വന്നിട്ട് അതിൻ്റെ വെള്ളം ആ പാത്രത്തിലേക്ക് നമ്മൾ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ കളക്റ്റായി വരുന്ന ആ റോസ് വാട്ടറാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ വാട്ടറാണ് കിട്ടുന്നത്. അല്ലാതെ റോസ് പെറ്റൽസ് ഒന്നിച്ച് ബോയിൽ ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പിങ്ക് കളർ കിട്ടും. ഇപ്പോൾ റോസ് വാട്ടർ റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞ് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് 2-3 മാസം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് വീട്ടിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് വീട്ടിൽ ഓർഗാനിക് റോസ് വാട്ടർ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.